സാന്ത്വനം സീരിയലിൽ വരുവാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ മുഖത്തേറ്റ ഒരു അടി പോലെയായിപ്പോയി. ബാലൻ ദേവിയോട് അടുത്തുള്ള സ്കൂളിൽ ജോലിക്ക് വേണ്ടി പോകുവാനുള്ള അവസരം വന്നിട്ടുണ്ട്, അതുകൊണ്ട് എത്രയും വേഗം സർട്ടിഫിക്കറ്റുമായി സ്കൂളിലെ പ്രിൻസിപ്പലിനെ കാണണം എന്ന് പറഞ്ഞത്. എന്നാൽ പല മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് അതിൽ നിന്നും രക്ഷപ്പെടുവാൻ ദേവി ശ്രമിച്ചുവെങ്കിലും ബാലനും ഗോമതിയും ആനന്ദും കൂടി അണുവിട പിന്തിരിയാതെ ദേവിയെ നിർബന്ധിച്ച് ഒടുവിൽ ആനന്ദിനെ കൂട്ടി അവൾ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്കൂളിലെ പ്രിൻസിപ്പൽ പറയുന്നുണ്ട്, ഇവിടെ വേക്കൻസി ഉണ്ടായതുകൊണ്ടല്ല, പിന്നെ ബാലനെ ഒഴിവാക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ദേവിയെ ഇപ്പോൾ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. തൽക്കാലം മുതിർന്ന ക്ലാസ്സുകളിൽ പഠിപ്പിക്കുവാൻ ടീച്ചേഴ്സൊക്കെ ഉണ്ട്, അതുകൊണ്ട് LKG UKG സ്റ്റാൻഡേർഡുകളിൽ ദേവിക്ക് അവസരം നൽകാം. തുടർന്ന് വേക്കൻസി വരുന്നതിനനുസരിച്ച് ഉയർന്ന ക്ലാസ്സിലേക്ക് മാറ്റി പോസ്റ്റ് ചെയ്യാം. ഇത് കേൾക്കുമ്പോൾ ആനന്ദിന് വലിയ സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ തന്നെ ദേവി മുഖത്ത് ഒരു കൃത്രിമ സന്തോഷം വരുത്തിക്കൊണ്ട് പ്രിൻസിപ്പാളിന് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് തിരികെ ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഒരാഴ്ചക്കുള്ളിൽ സ്കൂളിൽ ജോയിൻ ചെയ്യുവാനാണ് പ്രിൻസിപ്പൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിനു മുൻപായി തന്നെ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം. 10ാം ക്ലാസ് പോലും പാസ്സാകാത്ത ദേവി MAയുടെ സർട്ടിഫിക്കറ്റ് എവിടെ നിന്നുണ്ടാക്കാനാണ്? ദേവിയുടെ മുൻപിൽ ഊണും ഉറക്കവുമില്ലാത്ത ദിവസങ്ങളാണ് വരുവാൻ പോകുന്നത്. എന്തു ചെയ്യണമെന്ന് ഒരു നിശ്ചയവുമില്ല. താനിടയ്ക്ക് വീട്ടിലേക്ക് വിളിച്ച് അമ്മയുമായിട്ട് ഈ വിഷയം സംസാരിക്കുന്നുണ്ട്. എല്ലാത്തിനും പരിഹാരം പറഞ്ഞു കൊടുക്കുന്ന ദേവിയുടെ അമ്മ ശ്രീകലയ്ക്കും ഈ ഒരു പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കാണണമെന്നറിയാതെ കുഴയുകയാണ്. എന്നാൽ ദേവിക്ക് സ്കൂളിൽ ജോലി ഉറപ്പായി എന്ന് കേട്ടപ്പോൾ മുതൽ ബാലൻ വലിയ സന്തോഷത്തിലാണ്. ബാലൻ ഇടയ്ക്ക് ദേവിയോട് ചോദിക്കുന്നുണ്ട്, മോളെ, തിങ്കളാഴ്ചയല്ലേ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി തുടങ്ങിയോ? എന്താ ഈ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം? ബാലൻ ഇതൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ദേവി ഇതൊന്നും കേൾക്കുന്നേയില്ല. ദേവി മറ്റെന്തോ ചിന്തയിലാണ്. അപ്പോൾ ശബ്ദമുയർത്തി വീണ്ടും ബാലൻ ചോദിക്കുകയാണ്, ദേവി, നിന്നോടല്ലേ ഞാൻ ചോദിച്ചത്? ഞാൻ ചോദിക്കുന്നൊന്നും നീ കേൾക്കുന്നില്ലേ? ആ ബാലച്ചൻ എന്നോട് എന്തെങ്കിലും സംസാരിച്ചായിരുന്നോ? ഞാൻ വേറെ എന്തോ ചിന്തയിലായിരുന്നു, ഒന്നും കേട്ടില്ല കേട്ടോ. ബാലച്ചൻ എൻ്റെ അടുത്തേക്ക് വന്നതുപോലും ഞാൻ അറിഞ്ഞില്ല. എന്താ ബാലച്ച? അല്ല മോളെ, ഞാൻ ചോദിക്കുകയായിരുന്നു, തിങ്കളാഴ്ചയല്ലേ സ്കൂളിലേക്ക് ചെല്ലാൻ പറഞ്ഞതെന്ന്. അതേ ബാലച്ച, തിങ്കളാഴ്ചയാണ്. എന്തുപറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചെല്ലണ്ടാന്നു വല്ലോ അവർ പറഞ്ഞോ? മോളെ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? തിങ്കളാഴ്ച ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഇന്ന് വിളിച്ചിട്ട് ചെല്ലണ്ട എന്ന് പറയുമോ? ഞാൻ ചോദിച്ചത് അതിനൊക്കെ എന്തെങ്കിലും തയ്യാറെടുപ്പുകളൊക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഈ ദിവസങ്ങൾ ചെയ്തു വെക്കണം എന്ന് പറയാനാ. പിന്നെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം എന്തായി? അത് കൊടുത്തോ? ഇല്ല ബാലച്ച, അതിന് വീട്ടിലേക്ക് പോയില്ല. എന്താ മോളെ ഇങ്ങനെ വെച്ച് താമസിപ്പിക്കുന്നത്? എന്തായാലും നാളെ തന്നെ മോള് വീട്ടിൽ പോയി സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തു കൊണ്ടുവന്ന് ആനന്ദിൻ്റെ കയ്യിൽ കൊടുക്കണം. അവൻ ജോലിക്ക് പോകുന്ന വഴിക്ക് സ്കൂളിൽ എത്തിച്ചോളും. അപ്പോൾ ദേവി വിക്കി പറയുകയാണ്, ബാലച്ച, സ്കൂളിൽ നിന്ന് വന്ന വഴിക്ക് നേരെ വീട്ടിലേക്ക് പോയി സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തുകൊണ്ട് വരാം എന്ന് ചിന്തിച്ചതാണ്. പക്ഷേ ഇന്ന് അച്ഛനും അമ്മയും അനിയത്തിയും വീട്ടിലുണ്ടാവില്ല എന്ന് പറഞ്ഞു. അവരെവിടെയോ കല്യാണത്തിന് പോയിരിക്കുകയാണത്രേ. അപ്പോൾ പിന്നെ അടുത്ത ദിവസം പോകാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ആ ശരി മോളെ, അപ്പോൾ നാളെ തന്നെ അത് വാങ്ങി സ്കൂളിൽ കൊടുക്കണം കേട്ടോ, താമസിപ്പിക്കരുത്. ശരി ബാലച്ച, നാളെ തന്നെ കൊണ്ടുപോയി കൊടുക്കാം. തുടർന്ന് ദേവി അകത്തേക്ക് കയറി പോവുകയാണ്. മുറിക്കകത്തേക്ക് കയറിയതിനു ശേഷം തൻ്റെ തലയിൽ തന്നെ 2 കൈകൊണ്ട് ആഞ്ഞടിച്ചിട്ട് പറയുകയാണ്, എൻ്റെ ഭഗവതി, എന്തൊരു പരീക്ഷണങ്ങളാണ് ഇതൊക്കെ! എത്രമാത്രം പരീക്ഷിക്കപ്പെടുവാൻ എന്ത് പാപമാണ് ഞാൻ ചെയ്തത്? ജീവിക്കാൻ വേണ്ടിയല്ലേ ഒരു കള്ളം ഞാൻ പറഞ്ഞത്? അതിന് ഇത്തരത്തിലൊരു പണി എനിക്ക് തരണമായിരുന്നോ? നാളത്തെ ദിവസം ഞാൻ എവിടെ പോയി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും? ഈശ്വര, കള്ള സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിലും ഒരെണ്ണം ശരിയാക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഇത് പറഞ്ഞിട്ട് പെട്ടെന്ന് ദേവി ഫോൺ എടുത്ത് ശ്രീകലയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ശ്രീകലയോട് പറയുകയാണ്, അമ്മേ, ഈ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അമ്മയ്ക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അയ്യോ മോളെ, എനിക്കതേക്കുറിച്ചൊന്നും അറിയില്ല. ഞാനിതൊക്കെ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. ആ ബെസ്റ്റ്. അമ്മയൊക്കെ പിന്നെ ഇത്രയും നാൾ ഈ ഭൂമിയിൽ തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് ജീവിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം മാത്രം അറിഞ്ഞിട്ടില്ലേ? എടി പെണ്ണെ, തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ, അങ്ങനെ ഒരു ജോലി സമ്പാദിക്കാനൊന്നും എനിക്ക് അവസരമുണ്ടായിട്ടില്ലല്ലോ. ആ അങ്ങനെയാണെങ്കിൽ അമ്മ അച്ഛനോട് പറയണം അത്യാവശ്യമായിട്ട് ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ. എവിടെ നിന്നെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് തരണം. അതിന് എന്ത് ചെലവ് വന്നാലും അതൊക്കെ ഞാൻ ആനന്ദേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി തന്നോളാം. ഇതൊരു സാധാരണ സ്കൂളാണ്, അവിടെ വലിയ ചെക്കിംഗ് ഒന്നും കാണില്ല, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഒരു കള്ള സർട്ടിഫിക്കറ്റ് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണം. ഇത് കേട്ടിട്ട് ശ്രീകല പറയുക, കൊള്ളാവല്ലോടി പെണ്ണെ നിന്റെ ബുദ്ധി. ആ എന്തായാലും അച്ഛൻ പുറത്തെങ്ങാണ്ട് പോയിരിക്കുക, വരട്ടെ, ഞാൻ പറയാം. പിന്നീട് കാണുന്നത് ആര്യനെയാണ്. ആര്യന് ഒരു ഫോൺ കോൾ പെട്ടെന്ന് വരുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. ആര്യൻ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ പോലീസ് ഇൻസ്പെക്ടർ സ്വയം പരിചയപ്പെടുത്തിയിട്ട് പറയുകയാണ്, നിങ്ങളൊരു കംപ്ലൈൻറ്റ് ഇവിടെ തന്നിരുന്നല്ലോ, അതിനെപ്പറ്റി പറയാനാണ് ഞാൻ വിളിച്ചത്.
ഞങ്ങൾ അയാളെ പിടിച്ചിട്ടുണ്ട്. മിഥുൻ എന്നല്ലേ അയാളുടെ പേര്? അതെ സാർ, മിഥുനാണ്. ആ, അയാൾ ഇപ്പോൾ ഇവിടെയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായിട്ട് എത്രയും വേഗം സ്റ്റേഷനിലേക്ക് എത്തണം. അപ്പോൾ ആര്യൻ പറയുകയാണ്, അയ്യോ സാറേ, ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല, നാളെ വന്നാൽ മതിയോ? അതെന്തൊരു വർത്തമാനമാടൂ! നിങ്ങൾ ഒരാൾക്കെതിരെ ഒരു കംപ്ലൈൻറ്റ് തന്നു, ഞങ്ങൾ ദിവസങ്ങൾ അന്വേഷിച്ചിട്ടാണ് ഒടുവിൽ ആ പ്രതിയെ പിടിച്ചുവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്. എന്നിട്ടിപ്പം ഇയാളോട് ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ നിങ്ങൾക്ക് സമയമില്ല. നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ജോലി ചെയ്യാനിരിക്കുന്നവരാണോ ഞങ്ങളൊക്കെ? നിങ്ങൾ വരുന്ന സമയം വരെ ഇയാൾക്ക് ഞങ്ങൾ എങ്ങനെയാ കാവലിരിക്കുക? അതൊന്നും നടക്കുന്ന കാര്യമല്ല. പെട്ടെന്ന് ഇവിടേക്ക് എത്താൻ നോക്ക്, ഇല്ലായെങ്കിൽ ഞങ്ങൾ അയാളെ ഇവിടെ ഒന്ന് പറഞ്ഞു വിടും. അപ്പോൾ ആര്യൻ പറയുകയാണ്, സാറേ, സത്യത്തിൽ വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നാളെ ആവട്ടെ എന്ന് ഞാൻ പറയാൻ കാര്യം, ഞാനൊരു ജോലിയിലാണ്. ഉടനെ ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമായിപ്പോയി, അതുകൊണ്ടാണ്. എങ്കിലും സാരമില്ല, മറ്റെന്തെങ്കിലും വഴി ഞാൻ നോക്കിയിട്ട് ഉടൻ തന്നെ എത്താം സാർ. ഇത് പറഞ്ഞ് ആര്യൻ ഫോൺ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്തു പറഞ്ഞിട്ടാണ് മിത്രയും കൊണ്ട് വീട്ടിൽ നിന്നും ഒന്ന് പുറത്തു ചാടാൻ കഴിയുക? എന്തെങ്കിലും കള്ളം പറഞ്ഞേ പറ്റൂ. ഈ സമയത്ത് മിത്രയും മീനും കൂടി മുറിയിലിരിക്കുകയാണ്. ആര്യൻ അവിടേക്ക് കയറി ചെന്നിട്ട് മിത്രയെ മെല്ലെ പുറത്തേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ മീനു ചോദിക്കുന്നുണ്ട്, എന്താ ആര്യ, എന്തെങ്കിലും രഹസ്യം പറയാനാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പുറത്തേക്കങ്ങ് ഇറങ്ങാം, നിങ്ങൾ സംസാരിച്ചോളൂ. ഏയ്, അങ്ങനെയൊന്നും ഇല്ലടത്തി. ഉടനെ മിത്ര, എന്താ ആര്യ, എന്താ വിളിച്ചത്? ചായ വേണോ? ഏയ്, അതൊന്നും അല്ല മിത്രേ, നീ ഇങ്ങോട്ട് വാ, എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഇത് കണ്ടുകൊണ്ട് ഗോമതി അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഗോമതി ആര്യനോട് ചോദിക്കുകയാണ്, എന്തുവാ ഞങ്ങൾ ആരും കേൾക്കാതിരിക്കാൻ തക്കവണ്ണം ഇത്ര രഹസ്യം ഭാര്യയോട് പറയുന്നത്? ഏയ്, അങ്ങനെയൊന്നും ഇല്ലമ്മേ, ഞാനും ഇവളുമായിട്ട് പുറത്തേക്കൊന്ന് പോകാൻ വേണ്ടിയായിരുന്നു. അതെന്തിനാ ഈ രാത്രിയിൽ ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത്? ഇല്ലമ്മേ, വെറുതെ പുറത്തൊക്കെ ഒന്ന് പോയി ഒന്ന് ഫുഡ് കഴിച്ചിട്ടൊക്കെ വരാം എന്ന് കണ്ടായിരുന്നു. ഇത് കേട്ടിട്ട് ഗോമതിയുടെ ഉള്ളിൽ ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. എങ്കിലും ഗോമതി ചോദിക്കുകയാണ്, കൊള്ളാം, പുറത്തു പോയി ഭക്ഷണം കഴിക്കണം എന്ന് നിനക്ക് തോന്നിയപ്പോൾ നീ നിന്റെ ഭാര്യയെ മാത്രം വിളിച്ചു. ഞങ്ങളാരും ഈ വീട്ടിലെ അംഗങ്ങളല്ല. എന്താ ആര്യ, ഞങ്ങൾക്ക് പുറത്തുള്ള ഭക്ഷണമൊന്നും ഇറങ്ങൂലേ? അയ്യോ അമ്മേ, അങ്ങനെ കാര്യമായിട്ട് വലിയ ഭക്ഷണം കഴിക്കാനൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതിനുള്ള പൈസയും എൻ്റെ കയ്യിലില്ല. ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് കറങ്ങാം എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. തിരികെ വരുന്ന വഴിക്ക് ഒരു ചായയോ പരിപ്പുവടയോ എന്തെങ്കിലും കഴിക്കാം, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഒരു ചായക്കും പരിപ്പുവടയ്ക്കും കൂടി 20 രൂപയേ ഉള്ളൂ. 2 പേര് കഴിക്കുമ്പോൾ 40 രൂപ. നിങ്ങളെ കൂടെ കൊണ്ടുപോയാൽ ചിലപ്പോൾ അത് 100 150 രൂപയോ ആകും. പക്ഷേ ഇത്രയും ആൾക്കാർ കൂടി പുറത്ത് പോകണമെങ്കിൽ 500 രൂപയുടെ പെട്രോൾ ചിലവാകും. അതുകൊണ്ടേ ഞങ്ങൾ 2 പേരും മാത്രം പോയിക്കൊള്ളാം. ഇത് കേട്ടിട്ട് ഗോമതി പറയുക, ആ ശരി ശരി, എന്തായാലും പോയിട്ട് വാ. ദേ, പിന്നെ ഇതൊന്നും ബാലേട്ടൻ അറിയണ്ട. അറിഞ്ഞാൽ പിന്നെ ഈ ചായയും പരിപ്പോടും മേടിക്കുന്ന 40 രൂപയുടെ കണക്കും പറഞ്ഞ് വൈകിട്ട് ബഹളം ഉണ്ടാക്കും. ഇത് പറഞ്ഞിട്ട് ഗോമതി ചിരിക്കുകയാണ്. അപ്പോൾ മിത്ര പറയുന്നുണ്ട്, എങ്കിലാര്യ, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. വേണ്ട മിത്രേ, ഈ ഡ്രസ്സൊക്കെ മതി, ഇതിന് യാതൊരു കുഴപ്പമില്ല. ആ, എങ്കിൽ പോകാം. ഇത് പറഞ്ഞിട്ട് മിത്ര ഇറങ്ങുകയാണ്. ഉടനെ ബാലൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഗോമതി പറയുന്നുണ്ട്, ബാലേട്ടാ, അവർ പുറത്തേക്കൊന്ന് പോവാണെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. നിങ്ങൾ എതിരൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞിട്ടുണ്ട് പൊയ്ക്കോളാൻ. ഉടനെ ബാലൻ ചോദിക്കുകയാണ്, ഈ രാത്രിയിൽ എന്തിനാ വെറുതെ പുറത്തേക്ക് പോകുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? ബാലേട്ടാ, അവർ പൊയ്ക്കോട്ടെ, വെറുതെ അവർ പുരക്കകത്തിരിക്കുകയല്ലേ, അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ഇങ്ങ് വരും. ആ, നിങ്ങൾ പൊയ്ക്കോ. ഇത് പറഞ്ഞിട്ട് ആര്യനെയും മിത്രയും കൂടി ഗോമതി പറഞ്ഞു വിടുകയാണ്. അവർ പോയി കഴിയുമ്പോൾ ബാലൻ ഗോമതിയോട് പറയുന്നുണ്ട്, എൻ്റെ ഗോമതി, നീ എല്ലാത്തിനും ഇങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യരുത്. അവർ ഫുഡ് കഴിക്കാൻ വല്ലതുമായിരിക്കും ഈ സമയത്ത് പുറത്തേക്ക് പോയത്. അവൻ പാതിരാ വരെ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ് പുറത്തു പോയി ഇങ്ങനെ ഫുഡ് കഴിച്ച് വെറുതെ കളയുന്നത്. ഇവിടെ ഭക്ഷണം ഉണ്ടല്ലോ, അത് കഴിച്ചുകൂടെ? ഹോട്ടലിലെ ഭക്ഷണത്തിനൊക്കെ എത്ര രൂപയാണെന്ന് നിനക്കറിയാവുന്നതല്ലേ? അതുമാത്രവുമല്ല, ഇതൊന്നും നല്ലതുമല്ല. പിന്നെ നീ ഇതിനെയെല്ലാം സപ്പോർട്ട് ചെയ്ത് നടക്കുന്നത് അതൊട്ടും ശരിയായ കാര്യമല്ല. ബാലേട്ടാ, മിത്രയും ആര്യനും കൂടി അങ്ങനെ പുറത്തൊന്നും പോകാറില്ലല്ലോ. അവരൊന്ന് പുറത്തു പോകട്ടെ. 2 പേരും കൂടി എപ്പോഴും ഈ വീട്ടിൽ തന്നെ ഒതുങ്ങിയിരിക്കുകയല്ലേ. അവർ സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്കൊന്ന് കണ്ടാൽ മതി. കാരണം അവർ 2 പേരും ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചവരാണ്. എന്നാൽ ഇപ്പോൾ 2 പേരും നല്ല സ്നേഹത്തിലുമാണ്. ഇത് കേൾക്കുമ്പോഴേക്കും ഗോമതിയുടെ മുഖത്തേക്കും മീനു ഒരു ഞെട്ടലോടെ നോക്കുന്നുണ്ട്. അബദ്ധത്തിൽ ഗോമതിയുടെ വായിൽ നിന്നും അങ്ങനെ വീണുപോയതാണ്. ഉടനെ ബാലൻ ചോദിക്കുന്നുണ്ട്, എന്താ ഗോമതി നീ പറഞ്ഞത്? അവർ ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചതാണെന്നോ? അയ്യോ അയ്യോ, അതല്ല ബാലേട്ടാ ഞാൻ പറഞ്ഞത്. അവർ 2 പേരും കല്യാണം കഴിച്ചത് ആർക്കും ഇഷ്ടമില്ലാതെ ആയിരുന്നല്ലോ എന്നാണ്. പറഞ്ഞു വന്നപ്പോഴേക്കും മാറിപ്പോയതാ. ഈ വീട്ടിലും മിത്രയുടെ വീട്ടിലും 2 കൂട്ടർക്കും ഇതൊന്നും ഇഷ്ടമായിരുന്നില്ലല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. ശരി ശരി. പിന്നെ അവനോട് പറഞ്ഞേക്കണം രാത്രിയിൽ മിത്രയുമായിട്ട് ഇങ്ങനെ പുറത്തങ്ങ് കറങ്ങി നടക്കണ്ട എന്ന്. ഇത് പറഞ്ഞിട്ട് ബാലൻ വീണ്ടും മുറിയിലേക്ക് പോവുകയാണ്. ഉടനെ മീനാക്ഷി വന്നിട്ട് ചോദിക്കുകയാണ്, അമ്മയല്ലേ പറഞ്ഞത് ആര്യന് വേണ്ടിയാണ് ഇന്നിവിടെ ചിക്കൻ കറി ഉണ്ടാക്കുന്നതെന്ന്? എന്നിട്ട് അവൻ പുറത്തു പോയി കഴിക്കുകയാണോ? എൻ്റെ മീനു, അവൻ പറഞ്ഞത് കേട്ടില്ലേ? അവർ പുറത്തൊന്നും പോയി കഴിക്കില്ല. ഒരു പരിപ്പോടെയും ചായയും മാത്രമേ കഴിക്കൂ എന്ന് പറയുന്നത് നീ നിന്റെ ചെവി കൊണ്ട് കേട്ടതല്ലേ? അല്ല,
ഇനിയിപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിക്കട്ടെ. അവരുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്. തുടർന്ന് കാണുന്നത് മിത്രയും ആര്യനും കൂടി പോലീസ് സ്റ്റേഷനിലെത്തുന്ന കാഴ്ചയാണ്. അവരെ കണ്ടപ്പോൾ ഇൻസ്പെക്ടർ ചോദിക്കുകയാണ്, ആഹാ, നിങ്ങളിങ്ങ് എത്തിയോ പെട്ടെന്ന്? അവനെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല അവൻ നിങ്ങളെക്കുറിച്ച് പറയുന്നത്. എന്തായാലും ഞാൻ അവനെ വിളിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോലീസുകാരനോട് പറയുന്നുണ്ട്, എടോ, ആ അകത്ത് കിടക്കുന്നവനെ പിടിച്ചിങ്ങ് കൊണ്ടുവന്നേ. ആ ശരി സാർ എന്ന് പറഞ്ഞിട്ട് അയാൾ അകത്തേക്ക് പോയി മിഥുനെയും കൂട്ടി ഇവരുടെ മുൻപിലേക്ക് മടങ്ങി വരികയാണ്. മിഥുനെ കണ്ട മാത്രയിൽ മിത്രയുടെ പെരുവിരൽ മുതൽ കോപം അങ്ങനെ ഇരച്ചു കയറുകയാണ്. പെട്ടെന്ന് മിത്ര മിഥുൻ്റെ കോളറിലേക്ക് കയറി പിടിച്ചിട്ട് ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, എടാ, കുറെ കാലമായി നിന്നെ ഞങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ്. ഇതിനിടയിൽ തരം കിട്ടുമ്പോഴൊക്കെ നീ എന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റാതെ ആയപ്പോഴാ നിനക്കെതിരെ ഞാൻ പരാതി കൊടുത്തത്. നീ എന്നെ ചതിച്ചു. നീ എൻ്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചു. ഈ നിൽക്കുന്ന ആര്യൻ ഇല്ലായിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന 100 പവനുമായിട്ടാണ് നീ കടന്നു കളഞ്ഞത്. നിന്നെപ്പോലൊരു ചതിയനെയും ദുഷ്ടനെയും ഞാൻ ഈ ഭൂമിയിൽ വേറെ എവിടെയും കണ്ടിട്ടില്ല. എന്തിനാടാ നീ എന്നെ ചതിച്ചത്? എന്തിനാ എൻ്റെ സ്വർണവും കൊണ്ട് നീ മുങ്ങിക്കളഞ്ഞത് എന്ന് മിത്ര മിഥുനോട് ചോദിച്ചുകൊണ്ട് ബഹളം കൂട്ടുകയാണ്. മിത്ര മിഥുൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് വയലൻ്റ് ആകുന്നത് കണ്ടിട്ട് ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, അതെ, നിങ്ങളിവിടെ ഒന്ന് ബഹളം വെക്കരുത്, ഇത് പോലീസ് സ്റ്റേഷനാണ്. സാർ, ഇവൻ തന്നെയാണ് എന്നെ ചതിച്ചത്. എൻ്റെ സ്വർണം മുഴുവൻ കൊണ്ടുപോയത് ഇവനാണ്. അപ്പോൾ ഇൻസ്പെക്ടർ പറയുകയാണ്, പക്ഷേ ഇവൻ പറയുന്നത് അങ്ങനെയല്ലല്ലോ. ഇവനും നിങ്ങളും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. എന്നാൽ നിങ്ങൾ അവനെ ചതിച്ചിട്ട് ആര്യൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയതാണ് എന്നാണല്ലോ അവൻ പറഞ്ഞിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോഴേക്കും മിത്രയൊന്ന് ഞെട്ടുന്നുണ്ട്. ആ സമയത്ത് ആര്യൻ പറയുകയാണ്, സാറേ, അതൊക്കെ അവൻ വെറുതെ പറയുന്നതാണ്. ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി പറയുന്ന ഓരോരോ കള്ളക്കഥകളാണ്. സാറേ, ഇവനും മിത്രയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഇരുവരും ചേർന്ന് ഒരു രാത്രിയിൽ ഒളിച്ചോടിപ്പോയതാണ്. രണ്ടാളും കൂടി ഇവിടുന്ന് നേരെ പോയത് ഗുരുവായൂരിലേക്കായിരുന്നു. അവിടെ വെച്ച് ഒരു ഹോട്ടൽ റൂം എടുത്ത ശേഷം ഇവളെ അവിടെ ആക്കിയിട്ട് അവൻ ഈ സ്വർണവുമൊക്കെ ആയിട്ട് കടന്നു കളയുകയായിരുന്നു. മിത്ര എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മോളാണ്. കുടുംബപരമായി ഞങ്ങൾ തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അപ്പുറവും ഇപ്പുറവുമാണ് താമസമെങ്കിലും പരസ്പര സഹകരണമോ ബന്ധങ്ങളോ ഒന്നും വെച്ചു പുലർത്തിയിട്ടില്ല. ഒരു വിധത്തിൽ പറഞ്ഞാൽ ശത്രുതയിലാണ് ഇപ്പോഴും ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിത്രയോട് എനിക്കും എന്നോട് മിത്രയ്ക്കും അത്ര താല്പര്യമല്ലായിരുന്നു. എന്നാൽ ഇവർ ഒളിച്ചോടി പോകുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. എന്നുവെച്ചാൽ മിത്രയുടെയും മിത്രയുടെ ആങ്ങളയുടെയും വിവാഹം ഒരു ദിവസം തന്നെ നടത്തുവാൻ ആ വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ചതാണ്. ആ വിവാഹ തലേന്ന് രാത്രിയാണ് ഇവനൊപ്പം മിത്ര ഇറങ്ങിത്തിരിക്കുന്നത്. തൊട്ടടുത്ത വീട്ടിൽ, അതും സ്വന്തം ആങ്ങളയുടെ മകളുടെ വിവാഹം, അതൊക്കെ എൻ്റെ അമ്മയ്ക്ക് തൊട്ടിപ്പുറത്തിരുന്നു കൊണ്ട് കാണുന്നത് വളരെ സങ്കടമായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മ എന്നെയും എൻ്റെ ഏട്ടൻ്റെ ഭാര്യയും കൂട്ടിക്കൊണ്ട് ഗുരുവായൂരിലേക്ക് ആ ദിവസം തന്നെ ഒരു തീർത്ഥയാത്ര പോയതാണ്. ഞങ്ങൾ ഗുരുവായൂരിലെത്തുമ്പോൾ യാദൃശ്ചികമായിട്ടാണ് അവിടെ വെച്ച് മിത്രയെ കാണുന്നത്. അപ്പോഴേക്കും 100 പവൻ്റെ സ്വർണവുമായി ഇവൻ അവിടെ നിന്ന് കടന്നു കളഞ്ഞിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട മിത്ര ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി ശ്രമിച്ചതാണ്. അവിടെ നിന്ന് ഞങ്ങളാണ് മിത്രയെ രക്ഷപ്പെടുത്തുന്നത്. തുടർന്ന് മിത്രയെ കൈവിട്ട് കളയുവാൻ എൻ്റെ അമ്മയ്ക്ക് മനസ്സ് വന്നില്ല. അമ്മ നിർബന്ധിച്ച് ഗുരുവായൂരിൽ വെച്ച് തന്നെ എൻ്റെയും മിത്രയുടെയും വിവാഹം നടത്തി. സത്യത്തിൽ മിത്രയെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു അമ്മയുടെ ഉദ്ദേശം. ഈ വിവരമൊന്നും ഇതുവരെയും എൻ്റെ അച്ഛൻ പോലും അറിഞ്ഞിട്ടില്ല. അമ്മ വീട്ടിൽ വന്ന് അച്ഛനോട് പറഞ്ഞത് പരസ്പരം ശത്രുക്കളായിട്ട് ഇരു കുടുംബങ്ങളും കാലങ്ങളായി കഴിയുകയാണെങ്കിലും രഹസ്യമായി ഞങ്ങൾ ഇരുവരും പ്രണയത്തിലായിരുന്നു, ഞങ്ങൾ വിവാഹിതരായി എന്ന് മാത്രമാണ്. ഇതെല്ലാം കേട്ടിട്ട് ഇൻസ്പെക്ടർ ചോദിക്കുകയാണ്, ഇത്രയുമൊക്കെ ആഭരണങ്ങൾ ഇവൻ കട്ടോണ്ട് പോയിട്ട് ഇത്രയും നാളും നിങ്ങൾ എന്തുകൊണ്ട് കംപ്ലൈൻറ്റ് ചെയ്തില്ല? സർ, കംപ്ലൈൻറ്റ് ചെയ്യാതിരുന്നതിൻ്റെ കാരണം ആര്യൻ പറഞ്ഞിട്ടാണ്. പോയത് പോട്ടെ എന്ന് ആര്യൻ എന്നോട് പറഞ്ഞു. നിരന്തരമായിട്ട് ആര്യൻ എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടായിരുന്നു. ഞാൻ ആര്യനെ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഈ സ്വർണം മുഴുവനും ആര്യൻ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നാണ് എൻ്റെ വീട്ടുകാരെപ്പോഴും ആര്യൻ്റെ മുഖത്ത് നോക്കി പറയുന്നത്. എന്നിട്ടും അതിനൊന്നും മറുപടി പറയാതെ ആ സങ്കടമെല്ലാം മനസ്സിലടക്കി വെച്ചുകൊണ്ട് ആര്യൻ അങ്ങനെ ജീവിച്ചു പോവുകയാണ്. പക്ഷേ സാറേ, എനിക്കിത് അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലായിരുന്നു അത്. എൻ്റെ സ്വർണ്ണാഭരണങ്ങൾ അതെനിക്ക് തിരികെ കിട്ടിയേ പറ്റൂ. അത് അവൻ്റെ കയ്യിൽ നിന്നും സാറ് വാങ്ങി എനിക്ക് തരണം. അപ്പോൾ വീണ്ടും ഇൻസ്പെക്ടർ പറയുകയാണ്, ആഭരണം പോയിട്ട് 6 മാസം കഴിഞ്ഞു. ഇപ്പോഴാണ് നിങ്ങൾ പരാതി തരുന്നത്. ഇവൻ പറയുന്നത് അതവൻ്റെ കയ്യിലില്ല, അവനതെല്ലാം വിറ്റ് കളഞ്ഞു എന്നാണ്. സാറേ, 10 20 പവനല്ല, 100 പവനും മുകളിലുണ്ട്. അതെനിക്ക് അങ്ങനെ കൈവിട്ട് കളയാൻ പറ്റില്ല. എന്ത് ചെയ്തിട്ടാണെങ്കിലും അത് സാർ എനിക്ക് വാങ്ങിത്തരണം. അപ്പോഴാ പോലീസുകാരൻ പറയുകയാണ്, എന്തായാലും നിങ്ങൾ സമാധാനമായിരിക്കെ, ഞാൻ ഇവനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ഒക്കെ ഒന്ന് എടുക്കട്ടെ. ഇവൻ്റെ പേരിൽ എന്തെങ്കിലും സ്വത്തോ വല്ലതും ഉണ്ടെങ്കിൽ അത് ഞാൻ പിടിച്ചെടുത്ത് നിങ്ങൾക്ക് തരാനുള്ള മാർഗമുണ്ടാക്കാം. അതല്ലാതെ അവൻ വിറ്റ് കളഞ്ഞ സ്വർണം 6 മാസത്തിന് ശേഷം എവിടെ പോയി തിരികെ എടുക്കാനാണ്? സാറേ, ഇവനെ വെറുതെ വിടരുത്. ഇവൻ ഇനിയും പുറം ലോകം കാണരുത്.
ഇവൻ പുറത്തിറങ്ങിയാൽ അത് ഞങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാവും. ഇവൻ എന്നെ ഉപദ്രവിക്കുവാനും തട്ടിക്കൊണ്ടു പോകുവാനും വീണ്ടും ശ്രമം നടത്തിയതാണ്. ആര്യൻ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഇവൻ അപകടകാരിയാണ് സാറേ, ഇവൻ പുറത്തിറങ്ങരുത്. അപ്പോൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, ശരി ശരി, എന്തായാലും തൽക്കാലം നിങ്ങൾ പൊയ്ക്കോളൂ. ഇവന്റെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം. തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും അപ്പോഴപ്പോൾ നിങ്ങളെ ഞാൻ അറിയിച്ചോളാം. എപ്പോൾ വിളിച്ചാലും നിങ്ങളിവിടെ വരണം. ഇത് പറഞ്ഞിട്ട് അയാൾ മിത്രയെയും ആര്യനെയും മടക്കി അയക്കുകയാണ്. പോകുന്ന വഴിക്ക് മിത്രയ്ക്ക് വലിയ സങ്കടമുണ്ടാകുന്നുണ്ട്. മിത്ര ആര്യനോട് ചോദിക്കുകയാണ്, ആര്യൻ എന്തിനാണ് പോലീസുകാരുടെ അടുക്കൽ എല്ലാം തുറന്നു പറഞ്ഞത്? അത് കേട്ടപ്പോൾ എനിക്ക് ആകെ നാണക്കേടായിപ്പോയി. മിത്രേ, ഇതൊക്കെ സത്യമായും സംഭവിച്ച കാര്യങ്ങളല്ലേ? നമ്മളതൊക്കെ മറച്ചു വെച്ചിട്ട് എങ്ങനെയാണ് ഈ സ്വർണത്തിന്റെ കാര്യം തെളിയിക്കുന്നത്? എന്തായാലും വീട്ടിൽ കയറി ആരും അറിയാതെ അവൻ മോഷ്ടിച്ചു കൊണ്ടുപോയതാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അല്ല, പോലീസുകാരല്ലേ, ഞാൻ സത്യമാണ് പറഞ്ഞതെങ്കിലും അതെല്ലാം അതുപോലെ തന്നെ അവർ വിശ്വസിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ മിണ്ടാതിരുന്ന് എല്ലാം കേട്ടു എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അവർ ചോദിക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറഞ്ഞത്. അപ്പോൾ മിത്ര വീണ്ടും ചോദിക്കുകയാണ്, സത്യം പറയണം, എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് ഒരു പ്രശ്നമായി പോയി എന്ന് ആര്യന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? എന്താ മിത്ര നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മുൻപൊക്കെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇനി നീയായിട്ട് അങ്ങനെ ഒരു തോന്നൽ എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാതിരുന്നാൽ മതി. അവൻ്റെ കയ്യിൽ നിന്ന് സ്വർണങ്ങളോ പണമോ എന്തെങ്കിലും നമുക്ക് മടക്കി കിട്ടുമോ? അത് കിട്ടിയിരുന്നെങ്കിൽ തിരികെ എൻ്റെ അച്ഛൻ്റെ മുമ്പിൽ കൊണ്ട് കൊടുക്കാമായിരുന്നു. ആ സ്വർണം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാര്യം ആര്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവരുടെ മുൻപിൽ എനിക്ക് തെളിയിക്കുവാൻ വേണ്ടിയാണ്. പക്ഷേ അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. 6 മാസം കഴിഞ്ഞില്ലേ? ഇതൊക്കെ അവൻ എപ്പോഴേ ദൂർത്തടിച്ച് തീർത്തിട്ടുണ്ടാവും. അവൻ്റെ കയ്യിൽ ആ സ്വർണം ഒന്നുമില്ല എന്നല്ലേ പോലീസുകാരൻ പറഞ്ഞത്? അപ്പോൾ ആര്യൻ, മിത്രേ, അവർ പറഞ്ഞില്ലേ അന്വേഷിക്കാമെന്ന്. പിന്നെ അവൻ്റെ പേരിൽ സ്വത്തുമില്ല, ഒരു ചുക്കുമില്ല. അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. നമ്മളിതൊക്കെ വിട്ടുകളയുന്നതാണ് നല്ലത്. ഇതിൻ്റെ പുറകിന് നടന്ന് നമ്മുടെ ഉള്ള സ്വസ്ഥത കൂടി കളയാം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനിടയിൽ വീണ്ടും അവൻ എന്തെങ്കിലും അവിവേകം കാണിക്കാൻ തോന്നിയാൽ പിന്നെ നമ്മുടെ തലവേദന കൂടുകയും ചെയ്യും. ഒടുവിൽ എല്ലാവരുടെയും മുൻപിൽ ഇതൊക്കെ മറച്ചു പിടിക്കാൻ വേണ്ടി നമ്മൾ കിടന്ന് കഷ്ടപ്പെടും. അതുകൊണ്ട് തൽക്കാലം ഇതൊക്കെ അങ്ങ് വിട്ടുകളയാം. എന്നിട്ട് ആര്യൻ പറയുകയാണ്, ഇവിടെ അടുത്ത് നല്ലൊരു ഹോട്ടലുണ്ട്, നമുക്ക് അവിടെ പോയി ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാം. ഇത് പറഞ്ഞ് ആര്യൻ മിത്രയുമായി ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി പോവുകയാണ്. പിന്നീട് കാണുന്നത് പിറ്റേ ദിവസം മീനുവിനോട് മിത്ര സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് പോയതും അവിടെ സംഭവിച്ചതും മിഥുനെ കണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മീനുവിനോട് മിത്ര പറയുന്നുണ്ട്. തുടർന്ന് ആര്യനെക്കുറിച്ച് മിത്ര പറയുകയാണ്, ആര്യൻ നല്ല വ്യക്തിയാണ്, നല്ല മനസ്സാണ്. ആര്യനെ പോലെ നല്ല മനസ്സുള്ള ഒരു വ്യക്തിയെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഇത് കേട്ടിട്ട് മീനാക്ഷിയും പറയുന്നുണ്ട്, അതേ മിത്രേ, എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. നല്ല സ്വഭാവവും നിലപാടും ധൈര്യവും എല്ലാം ഒത്തുചേർന്ന ഒരാൾ തന്നെയാണ് ആര്യൻ. അതിൽ എൻ്റെ ആകാശ് ആര്യനെ കണ്ടു പഠിക്കുക തന്നെ വേണം. മാത്രവുമല്ല, ആര്യന് നിന്റെ കാര്യത്തിൽ എപ്പോഴും ഒരു പ്രത്യേക ശ്രദ്ധയുണ്ട്. നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുക. എന്നും ഇതുപോലെ സന്തോഷത്തോടെ നിങ്ങൾ ജീവിക്കുന്നു എന്നുള്ളത് കാണാനും കേൾക്കാനും ഒക്കെയാണ് എൻ്റെയും ആഗ്രഹം. അങ്ങനെ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദേവമംഗലം വീടിൻ്റെ വാതിക്കലേക്ക് പോലീസ് ജീപ്പ് വന്ന് നിൽക്കുകയാണ്. ഉടനെ മിത്രയും മീനാക്ഷിയും ഒരു ഞെട്ടലോടുകൂടി എഴുന്നേൽക്കുന്നുണ്ട്. മീനു മിത്രയോട് ചോദിക്കുകയാണ്, നമ്മുടെ വീട്ടിലേക്കാണോ മിത്രയെ പോലീസുകാർ വരുന്നത്? അതൊന്നും ആവില്ല, അപ്പുറത്തായിരിക്കും. അവിടെ ഒരു ഫ്രോഡ് ഉണ്ടല്ലോ, അവനെ പിടിക്കാൻ വേണ്ടിയായിരിക്കും. പക്ഷെ അപ്പോഴേക്കും പോലീസുകാർ ദേവമംഗലത്തേക്ക് കയറി വന്നു കഴിഞ്ഞു. ഇത് കാണുന്നതും മിത്ര വല്ലാതെ ഭയന്ന് നിൽക്കുകയാണ്. തുടർന്ന് മിത്ര മീനുവിനോട് മെല്ലെ പറയുന്നുണ്ട്, ചേച്ചി, എന്നെയും ആര്യനെയും അന്വേഷിച്ചായിരിക്കും ചിലപ്പോൾ ഇവർ വന്നത്. ഇനിയിപ്പോൾ കാര്യങ്ങളെല്ലാം ഇവിടെ അറിയുമല്ലോ, എനിക്ക് ആകെപ്പാടെ പേടിയാവുകയാണ്. ഈ സമയത്ത് മീനാക്ഷി മുൻപോട്ടിറങ്ങി ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് സാർ, എന്തുപറ്റി? ഇവിടേക്ക് വരാൻ എന്തെങ്കിലും പ്രത്യേക പ്രശ്നമുണ്ടോ? അപ്പോൾ പോലീസുകാരിൽ ഒരാൾ ചോദിക്കുകയാണ്, ഇത് ആര്യൻ്റെ വീടല്ലേ? അതെ സാർ. അവനിവിടെ ഉണ്ടോ? അവനെ ഇങ്ങോട്ട് വിളിച്ചേ, അവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ മീനാക്ഷി വീണ്ടും ചോദിക്കുകയാണ്, എന്താ സാറേ കാര്യം? എന്തിനാണ് ആര്യനെ അറസ്റ്റ് ചെയ്യുന്നത്? ആര്യൻ പ്രത്യേകിച്ച് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ആര്യൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? നിങ്ങൾ അങ്ങോട്ട് മാറി നിന്നേ. ഇത് പറഞ്ഞിട്ട് പോലീസുകാർ വീടിനുള്ളിലേക്ക് അങ്ങ് കയറുകയാണ്. ഈ സമയത്ത് എല്ലാവരും വീട്ടിനുള്ളിലുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായി പോലീസ് പെരക്കകത്തേക്ക് കയറി വരുന്നത് കണ്ടുകൊണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടുകയാണ്. തുടർന്ന് പോലീസ് ഇൻസ്പെക്ടർ ചോദിക്കുകയാണ്, ആര്യൻ എവിടെ? അവനെ ഇങ്ങോട്ട് ഇറക്കി വിട്ടെ. അവനെതിരെ ഒരു പരാതിയുണ്ട്, അവനെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്. ഉടനെ ഗോമതി വന്നിട്ട് പറയുകയാണ്, സാറേ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എൻ്റെ മോന് എന്ത് തെറ്റാണ് ചെയ്തത്? അവൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നൊക്കെ അങ്ങ് സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങൾ പറയാം. തൽക്കാലം അവനെ വിളിക്ക്. അപ്പോൾ വീണ്ടും ഗോമതി, ആദ്യം അവൻ എന്ത് തെറ്റ് ചെയ്തെന്ന് പറ സാറേ.
അവൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് പറയാതെ ഞാൻ അവനെ വിട്ടുതരില്ല. ഈ ബഹളം കേട്ടുകൊണ്ട് ആര്യൻ പെട്ടെന്ന് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ ആര്യനോട് ഇൻസ്പെക്ടർ പറയുകയാണ്, വാടാ ഇങ്ങോട്ട്, നിന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. സാർ, എന്താണ് കാര്യം? എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്? ഒന്നും അറിയാത്തതുപോലെ പാവം, മര്യാദയ്ക്ക് വാടാ ഞങ്ങളുടെ കൂടെ. സാറേ, സാറ് പറ, എന്ത് തെറ്റ് ചെയ്തതിനാണ് എന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്? അത് ശരി, അപ്പോൾ നീ ഒന്നും അറിഞ്ഞില്ല അല്ലേ? എങ്കിൽ പറയാം. നിനക്കെതിരായി ഒരു കേസ് വന്നിട്ടുണ്ട്, തട്ടിക്കൊണ്ടുപോകൽ കേസ്. ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി നീ. ഇത് കേട്ടിട്ട് ബാലനും ഗോമതിയും ഒന്ന് ഞെട്ടുകയാണ്. ഉടനെ ഗോമതി ചോദിക്കുകയാണ്, തട്ടിക്കൊണ്ടുപോകാനോ? സാറേ, എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അത് ശരി, അതൊക്കെ അങ്ങ് കോടതിയിൽ നിങ്ങൾ തെളിയിച്ചാൽ മതി. തൽക്കാലം അങ്ങോട്ട് നടക്ക്. ഇത് പറഞ്ഞുകൊണ്ട് ആര്യനെ പിടിച്ചുകൊണ്ട് പോലീസുകാർ പുറത്തേക്ക് പോവുകയാണ്. ഗോമതിയും ബാലനും എല്ലാവരും പുറകെ ചെല്ലുമ്പോൾ ഗോമതി പൊട്ടിക്കരയുകയാണ്. സാറേ, എൻ്റെ മോനെ കൊണ്ടുപോകരുത്, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവൻ പാവമാണ്. ഈ സമയത്ത് കൃഷ്ണമംഗലത്ത് നിന്നുകൊണ്ട് അച്യുതനും അലോകും ഈ രംഗം കണ്ട് സന്തോഷിക്കുകയാണ്. തുടർന്ന് അച്യുതൻ അലോകിനോട് പറയുന്നുണ്ട്, എടാ, ഇതെന്തോ വലിയ കേസ് കെട്ടാണെന്ന് തോന്നുന്നുണ്ടല്ലോ. അവനെ പോലീസുകാരിന്ന് ഊറ്റി വാങ്ങുമെന്നാണ് ഈ കൊണ്ടുപോക്ക് കണ്ടിട്ട് തോന്നുന്നത്. അതിന് അലോക്, അത് തന്നെയാണച്ചാ എനിക്കും തോന്നുന്നത്. ഉറപ്പായിട്ടും എന്തോ വലിയ പ്രശ്നം അവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ടെന്ന് തോന്നുന്നു. തുടർന്ന് വീണ്ടും ഗോമതിയുടെ കരച്ചിലാണ് കാണുന്നത്. ഗോമതി പൊട്ടിക്കരയുകയാണ്. പുറത്ത് നടക്കുന്ന ബഹളം കേട്ടുകൊണ്ട് ഈ സമയത്ത് മുത്തശ്ശിയും നന്ദിതയും അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. പോലീസ് ആര്യനെ ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടിട്ട് ഒന്നും മനസ്സിലാകാതെ മുത്തശ്ശി അങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. ഈ സമയത്ത് മിത്ര പിറകിന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നത് കണ്ട് നന്ദിതയുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. അങ്ങനെ ആര്യനെ പോലീസുകാർ കൊണ്ടുപോവുകയാണ്. പോലീസ് വണ്ടിയുടെ പുറകിൽ തന്നെ ധർമ്മനും ബാലനും ആകാശും ഒക്കെ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടുപോവുകയാണ്. മിത്ര ഇതെല്ലാം കണ്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട്, എൻ്റെ ആര്യൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ആര്യനെ എനിക്കറിയാം, ആര്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇത് പറഞ്ഞുകൊണ്ട് ദേവമംഗലത്തെ വീടിന്റെ മുറ്റത്ത് കിടന്നുകൊണ്ട് നിലവിളിക്കുകയാണ്. മറുവശത്ത് ഗോമതി പൊട്ടിക്കരയുന്നു. അപ്പോൾ ദേവി വന്നിട്ട് ഗോമതിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അമ്മ കരയാതിരിക്കുക, ഇങ്ങനെ കരഞ്ഞു കരഞ്ഞ് വല്ല വയ്യാഴികയും ഉണ്ടാക്കി വെക്കരുത്. അച്ഛനും ആകാശും എല്ലാവരും അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ, ഉടൻ തന്നെ എന്തെങ്കിലും വിവരം അവരറിയിക്കും, അമ്മ കരയാതെ. ഇത് കേട്ടുകൊണ്ട് ഗോമതി ദേവിക്കെതിരെ പൊട്ടിത്തെറിക്കുകയാണ്. എൻ്റെ മോനെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് നീയൊക്കെ കണ്ടതല്ലേ, അത് കണ്ടിട്ട് ഞാൻ മിണ്ടാതിരിക്കണം, കരയരുതെന്ന് അല്ലേ? എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവൻ ഇങ്ങനെയുള്ളൊരു തെറ്റ് ചെയ്യില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഉടനെ മീനു വന്നിട്ട് പറയുകയാണ്, അമ്മ സങ്കടപ്പെടാതിരിക്കുക, ആര്യനെ ആരോ കൊടുക്കാൻ വേണ്ടി ഇത് ചെയ്തതാണ്, അല്ലാതെ ആര്യൻ അങ്ങനെയുള്ളൊരു തെറ്റ് ചെയ്യുന്ന ആളല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. തുടർന്ന് മീനു മിത്രയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, മോളെ, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്ക് അവനെ നന്നായിട്ടറിയാം, അവൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, നീ വിഷമിക്കാതിരിക്കുക, നീ വിഷമിക്കുന്നത് കാണുമ്പോൾ എനിക്കും സഹിക്കാൻ പറ്റില്ല. അച്ഛനൊക്കെ അവിടെ എത്തിയതിനു ശേഷം തുടർന്നുള്ള നടപടികൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. നീ ഇങ്ങോട്ട് വന്നേ, അമ്മയുടെ അടുത്തേക്ക് പോകാം, അമ്മ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മിത്ര ഗോമതിയുടെ അടുക്കലേക്ക് മീനുവിൻ്റെ ഒപ്പം ചെല്ലുകയാണ്. അമ്മയ്ക്ക് അമ്മയുടെ മോനെ അറിയില്ലേ, ആര്യൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ അമ്മേ, ഇത് എന്തോ കുഴപ്പം ഇതിൻ്റെ പിൻപിലുണ്ട്, അതൊക്കെ പരിഹരിക്കപ്പെടും. അപ്പോൾ ഗോമതി പറയുകയാണ്, അതൊക്കെ എനിക്കറിയാം മോളെ, പക്ഷേ എല്ലാവരുടെയും മുൻപിൽ വെച്ച് പോലീസ് അവനെ പിടിച്ചുകൊണ്ട് പോയതല്ലേ, അവനെ അവർ ഉപദ്രവിക്കുമോ എന്നാണ് എൻ്റെ ഭയം. പിന്നീട് കാണുന്നത് പോലീസ് സ്റ്റേഷനാണ്. ജീപ്പിൽ നിന്നും ഇറങ്ങി ആര്യൻ സ്റ്റേഷനിലേക്ക് കയറുമ്പോൾ പെട്ടെന്നൊരാൾ ആര്യൻ്റെ അടുത്തേക്ക് വലിയ കോപത്തോടു കൂടി ഓടി വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്താടാ കാണിച്ചത്? നിന്നെ വിശ്വസിച്ചല്ലേ എൻ്റെ മോളെ നിന്റെ വണ്ടിയിൽ നിനക്കൊപ്പം ഞാൻ അയച്ചത്? ഇത് കേട്ടിട്ട് ആര്യനൊന്നും ഞെട്ടുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ എന്ത് ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്ന പ്രശ്നം, ആര്യൻ ഒരു പ്രൈവറ്റ് വണ്ടിയുമായിട്ട് ശനിയാഴ്ചയും ഞായറാഴ്ചയും ചില ട്രിപ്പുകളൊക്കെ കിട്ടുന്നത് ഓടാൻ വേണ്ടി പോകാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ലോങ് ട്രിപ്പ് ആര്യന് വരികയാണ്. കോളേജ് സ്റ്റുഡൻസ് എല്ലാം കൂടി ചേർന്ന് ഒരു ടൂർ പോകുവാൻ വേണ്ടിയാണ് ആര്യൻ്റെ വണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നത്. ആര്യനെ വിളിച്ചത് ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന ആ മനുഷ്യനാണ്. അയാളുടെ മകൾ ടൂറിന് വേണ്ടി പോയതാണ്, ആ കുട്ടിയെ ഇപ്പോൾ കാണാനില്ല. ആര്യൻ വണ്ടിയുമായിട്ട് ആ വീട്ടിലേക്കാണ് ആദ്യം ചെല്ലുന്നത്. അവർ കാറിലേക്ക് ഈ പെൺകുട്ടിയെ കയറ്റുമ്പോൾ ആര്യനോട് പ്രത്യേകം പറയുന്നുണ്ട്, മോനെ, എൻ്റെ മോളെ പ്രത്യേകം ശ്രദ്ധിച്ചോണം, സൂക്ഷിച്ചു വേണം വണ്ടി ഓടിക്കാൻ. ഇത് പറഞ്ഞിട്ട് അയാൾ ആര്യൻ്റെ കയ്യിൽ നിന്നുള്ള ലൈസൻസ് ഒക്കെ മേടിച്ച് ചെക്ക് ചെയ്യുകയും തുടർന്ന് അതിൻ്റെ ഒരു ഫോട്ടോ ഫോണിൽ എടുത്തു വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അവൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ടൂറൊക്കെ പോകുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ടെൻഷനാണ്. തുടർന്ന് ഈ പെൺകുട്ടി വളരെ സന്തോഷത്തിൽ വണ്ടിയിൽ കയറി യാത്ര തിരിക്കുന്നു. ഇതിനിടയിൽ കൂട്ടുകാരെയൊക്കെ വിളിച്ച് താൻ സംസാരിക്കുന്നുമുണ്ട്. ഇടയ്ക്ക് വെച്ച് വണ്ടി നിർത്തുന്നു. 2 ഫ്രണ്ട്സ് അതിലേക്ക് വന്ന് കയറുകയാണ്. ഈ 2 പേരും ആൺകുട്ടികളായിരുന്നു. അവർ 2 പേരും ആ പെൺകുട്ടിയെ ചതിക്കുവാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്.
കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയാണ് എന്നുള്ള ചിന്തയൊക്കെ മറന്നിട്ട് അവർ വണ്ടിയിൽ കയറിയ സമയം മുതൽ ആ പെൺകുട്ടിയോട് മോശമായി സംസാരിക്കുകയും എന്തൊക്കെയോ മോശം പ്രവർത്തികൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ആ പെൺകുട്ടി അവരോട് ചോദിക്കുന്നുണ്ട്, എവിടെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ? അവരെ ആരെയും കാണുന്നില്ലല്ലോ. അപ്പോൾ അവർ പറയുകയാണ്, അവരെല്ലാം നേരത്തെ തന്നെ മറ്റൊരു വണ്ടിയിൽ കയറിപ്പോയി. ഞങ്ങൾ അവരെയെല്ലാം സേഫായിട്ട് അവിടെ എത്തിച്ചിട്ടുണ്ട്. ഈ വണ്ടിയിൽ ഇപ്പോൾ നമ്മൾ 3 പേരും മാത്രമാണ് പോകുന്നത്. ഏയ്, നിങ്ങൾ എന്നിട്ട് എന്താണ് എന്നോട് ഇതിനെക്കുറിച്ച് ഒന്നും പറയാതിരുന്നത്? അവരുടെ കൂടെ അല്ലായിരുന്നുവെങ്കിൽ ഞാൻ വരില്ലായിരുന്നല്ലോ. ഓ, അതിനെന്താ ഇപ്പോൾ പ്രശ്നം? നമ്മളും അവരുള്ള സ്ഥലത്തേക്ക് തന്നെയല്ലേ പോകുന്നത്. നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞങ്ങളിത് പറയാതിരുന്നത്. നിങ്ങൾ കാണിച്ചത് ഒട്ടും ശരിയായില്ല. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഇത് പ്ലാൻ ചെയ്തതായിരുന്നു അല്ലേ? ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് ആ പെൺകുട്ടി അവരോട് പിണങ്ങുകയാണ്. തുടർന്ന് ഒരു വിധത്തിൽ അവർ അവളെ പറഞ്ഞ് അനുനയിപ്പിക്കുവാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ആര്യൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒന്നും തന്നെ ആര്യൻ മറുപടി പറയുന്നില്ല. വണ്ടി കുറേ മുൻപോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവർ പറയുന്നുണ്ട്, ചേട്ടാ വണ്ടി ഒന്ന് നിർത്താമോ? ഞങ്ങൾക്ക് 1-2 കുപ്പി വെള്ളം കുടിക്കാൻ വേണ്ടി വാങ്ങണമായിരുന്നു. ഉടനെ ആര്യൻ വണ്ടി ഒതുക്കുന്നുണ്ട്. രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പോൾ ആര്യൻ ആ കുട്ടിയോട് ചോദിക്കുകയാണ്, എന്താ കുട്ടി ഇതൊക്കെ? ആരാണ് ഇവരൊക്കെ? ഇവർ നിന്റെ ക്ലാസ്മേറ്റ്സ് ആണോ? ഇവന്മാരുടെ ഒന്നും ഉദ്ദേശം ശരിയല്ലല്ലോ. ടൂറ് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ട് 2 വണ്ടിയിൽ കയറി പോവുക. ഈ പ്ലാനിംഗ് ഒക്കെ നേരത്തെ ഇട്ടതാണോ? അപ്പോൾ ആ പെൺകുട്ടി പറയുകയാണ്, ചേട്ടാ എനിക്കൊന്നും അറിയില്ല. ഇതെന്തോ കള്ളത്തരമാണ്. ഇവരെല്ലാവരും കൂടി ചേർന്ന് പ്ലാൻ ചെയ്തതാണ് ഒരുമിച്ച് പോകുവാൻ വേണ്ടി. ഇതിപ്പോൾ എന്നെ ട്രാപ്പിലാക്കാൻ വേണ്ടിയാണ് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ആര്യൻ പറയുന്നുണ്ട്, എന്തായാലും കുട്ടി വിഷമിക്കണ്ട, ധൈര്യമായിട്ടിരിക്കെ, ഒന്നും സംഭവിക്കില്ല. ഇത് പറയുന്ന സമയത്ത് ഇവർ വെള്ളവുമായിട്ട് തിരികെ കാറിലേക്ക് വന്ന് കയറുകയാണ്. ആര്യൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുവാൻ ശ്രമിക്കുന്നു. പക്ഷേ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ഉടനെ ആര്യൻ പറയുന്നുണ്ട്, അതെ, വണ്ടി സെൽഫ് എടുക്കുന്നില്ലല്ലോ. നിങ്ങൾ ഇറങ്ങി ജസ്റ്റ് ഒന്ന് കൈവച്ചു തന്നേ. ചില സമയത്ത് ഇങ്ങനൊരു പ്രശ്നം ഈ വണ്ടിക്ക് വരാറുണ്ട്. അപ്പോൾ അവന്മാർ പറയുകയാണ്, എന്താ ചേട്ടാ ഇതൊക്കെ? ടൂറിന് പോകാൻ വേണ്ടി വണ്ടി എടുക്കുമ്പോൾ കുറച്ച് നല്ലതൊക്കെ നോക്കി കൊണ്ടുവരരുതോ? ഇതിപ്പോ എവിടെ നിർത്തിയാലും തുടർന്ന് ഞങ്ങൾ തള്ളിയാലേ മുൻപോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ആര്യൻ, ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇടയ്ക്ക് ഒരു മിസ്സിങ് ഈയിടെയായിട്ട് കാണിച്ചു തുടങ്ങിയതാണ്. വർക്ക്ഷോപ്പിൽ ഉടനെ ഒന്ന് കയറ്റണം. ആ ശരി ശരി എന്ന് പറഞ്ഞ് 2 പേരും കൂടി ഇറങ്ങി വണ്ടി മുൻപോട്ട് തള്ളുകയാണ്. ഉടൻ തന്നെ വണ്ടി സ്റ്റാർട്ട് ആകുന്നു. ആര്യൻ പെട്ടെന്ന് ആ വണ്ടിയും ഓടിച്ച് സ്പീഡിൽ മുൻപോട്ട് പോവുകയാണ്. ഈ ചെറുപ്പക്കാർ പിറകിന് ഓടുന്നുണ്ട് വണ്ടി നിർത്താൻ വേണ്ടി. പക്ഷേ ആര്യൻ ആ പെൺകുട്ടിയുമായി വണ്ടി ഓടിച്ചു പോവുകയാണ്. തുടർന്ന് ആര്യൻ ആ കുട്ടിയോട് പറയുന്നുണ്ട്, ഇതൊരു വലിയ ചതിയായിരുന്നു. കൂടെ പഠിക്കുന്നവർ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചാൽ എന്താ പറയുക? അവന്മാർക്കിട്ട് 2 പൊട്ടിക്കണമെന്ന് എനിക്ക് തോന്നിയതാണ്. പക്ഷേ കുട്ടി ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ അത് എന്നെയും ബാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തന്ത്രം ഞാൻ മെനഞ്ഞെടുത്തത്. എന്തായാലും ഇനി ടൂറിന് പോകണ്ട. കൂട്ടുകാരൊന്നും ശരിയല്ല, മടങ്ങിപ്പോകാം. ഇത് പറഞ്ഞിട്ട് ആര്യൻ ആ കുട്ടിയുമായി തിരികെ അവളുടെ വീട്ടിലേക്ക് പോവുകയാണ്. വീടിനടുത്തെത്തുമ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, ചേട്ടാ ഒത്തിരി നന്ദിയുണ്ട്. എന്തായാലും എന്നെ ഇവിടെ ഇറക്കിയേക്ക്, വീട്ടിലേക്ക് വരണ്ട. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അച്ഛൻ ചേട്ടനോട് ആവശ്യമില്ലാതെ കുത്തി ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കും. പെട്ടെന്ന് തിരിച്ചു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തു മറുപടി ചേട്ടൻ പറയും? ഞാനാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് അച്ഛനെ ഒഴിവാക്കിക്കൊള്ളാം. ഇത് പറഞ്ഞിട്ട് ആര്യനെ ആ കുട്ടി മടക്കി അയക്കാൻ തുടങ്ങുകയാണ്. ആ കുട്ടി കാറിൽ നിന്നിറങ്ങുമ്പോൾ എങ്കിൽ ശരി എന്ന് പറഞ്ഞ് ആര്യൻ തിരികെ പോകുവാൻ തുടങ്ങുമ്പോൾ കുറച്ച് പൈസ എടുത്ത് ആ കുട്ടി ആര്യൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ആര്യൻ പറയുകയാണ്, ഏയ് ഇതൊന്നും വേണ്ട, കയ്യിൽ വെച്ചോളൂ. അയ്യോ ചേട്ടാ, ഇത് അധികമൊന്നുമില്ല. ഞങ്ങൾ എല്ലാവരും കൂടി ഷെയർ ചെയ്യാനായിരുന്നു പ്ലാൻ ഇട്ടിരുന്നത്. ഇപ്പോൾ ഇത് എൻ്റെ വീതം മാത്രമേ ഉള്ളൂ. എന്തായാലും ചേട്ടൻ കുറെ എന്നെയും കൊണ്ട് യാത്ര ചെയ്തതല്ലേ, അതുകൊണ്ട് എൻ്റെ വകയായിട്ട് ഇതിരിക്കട്ടെ. വേണ്ടെന്ന് പറയരുത് പ്ലീസ്. ഇത് പറഞ്ഞ് ആര്യനെ നിർബന്ധിക്കുകയാണ്. തുടർന്ന് ആര്യൻ ആ പണവും വാങ്ങി തിരികെ വീട്ടിലേക്ക് പോകുന്നു. പക്ഷേ പിന്നീട് സംഭവിക്കുന്നത് വഴിയിലിറങ്ങിയ ആ കുട്ടി തൻ്റെ വീട്ടിലെത്തിയില്ല എന്നുള്ളതായിരുന്നു. ടൂർ കഴിഞ്ഞ് മടങ്ങി വരേണ്ട സമയം കഴിഞ്ഞിട്ടും പെൺകുട്ടിയെ കാണുവാനോ ബന്ധപ്പെടുവാനോ കഴിയാതെ വന്നപ്പോൾ പെൺകുട്ടിയുടെ അച്ഛൻ ആര്യൻ്റെ ലൈസൻസിലെ അഡ്രസ്സ് നോക്കിയിട്ട് ആര്യനെതിരായി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ആര്യൻ്റെ നേരെ കോപത്തോടുകൂടി ആഞ്ഞടുക്കുന്ന ആ പെൺകുട്ടിയുടെ അച്ഛനോട് ആര്യൻ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് എനിക്കെതിരെ നിങ്ങൾ പരാതി നൽകിയത്? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇൻസ്പെക്ടർ പറയുകയാണ്, അതെ, കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിൻ്റെ മകളെ വണ്ടിയുമായിട്ട് നീ ചെന്ന് ടൂറിനെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോയായിരുന്നോ? ആ പെൺകുട്ടി ഇതുവരെയും മടങ്ങി ചെന്നിട്ടില്ല. ഇത്രയും കേൾക്കുമ്പോഴേക്കും ആര്യൻ ഒന്ന് അമ്പരക്കുകയാണ്. പോലീസ് ഇൻസ്പെക്ടർ ഈ സംസാരിക്കുന്ന വാക്കുകൾ കേട്ടുകൊണ്ട് ബാലനും ആകാശും ധർമ്മനും കൂടി സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുകയാണ്. എന്താണ് തുടർന്ന് സംഭവിക്കാൻ പോകുന്നത്? ആ പെൺകുട്ടിക്ക് ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? അവൾ ഇപ്പോൾ എവിടെയാണ്? ഇതെല്ലാം അടുത്ത എപ്പിസോഡിൽ പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാൻ മറക്കരുത്. അതുപോലെ ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരേക്കും ബൈ ബൈ.